ഞങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്നത് മട്ടൻ കറി, തനി നാടൻ കേരള സ്റ്റൈൽ മട്ടൻ കറി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 2 കിലോഗ്രാം മട്ടനാണ്. പിന്നെ 6 സവോള, 2 വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 2 ഇടത്തരം തക്കാളി, 6-7 വലിയ അല്ലി വെളുത്തുള്ളി, 1 ചെറിയ നാരങ്ങയും കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എന്നിവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മട്ടൻ വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളാണെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5-6 ഗ്രാമ്പൂ, 4-5 ഏലക്ക, 3-4 ഉണക്കമുളക്, 5-6 കറുവപ്പട്ട, ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. സവോളയും ഇഞ്ചിയെല്ലാം വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കണം. അതിനായിട്ട് നമ്മളാണെങ്കിൽ 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണിൽ കുരുമുളക് പൊടിയും എടുക്കുന്നുണ്ട്. മട്ടൻ വേവിക്കാൻ നേരത്ത് നമ്മളെടുത്ത കുറച്ച് പെരിഞ്ജീരകവും ഏലക്കയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും എടുക്കാം, അത് ഓപ്ഷണലാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞങ്ങൾ സാധാരണ ഇവിടെ ഉപയോഗിക്കൽ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കൂടി ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഗരം മസാലയാണ് ഇതിനകത്ത് ഇടാൻ പോണേ. ഇതിന് നമുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി ഫ്രഷ് ആയിട്ട് കഴുകി എടുത്തേക്കുന്ന മട്ടനിന് അതിനകത്ത് ഇടാം. ഇനി നമുക്കിത് ഇത്തിരി ഇളക്കി കൊടുക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ ഈ കൂടുതൽ തീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൺചട്ടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലേവറിലായിട്ട് തീയിട്ടിട്ട് വെച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എപ്പോഴും ഉപ്പെടുക്കുമ്പോൾ തവിയിലോട്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലോട്ട് തന്നെ എടുക്കണമെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. അപ്പോൾ അതിന് വാരിക്കളയാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഗരം മസാലയും മുളക് പൊടിയൊന്നും ഇപ്പോൾ ഇടട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിന് പുറത്തുനിന്ന് ആവി ഒക്കെ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മണ്ടയിലേക്ക് നമുക്ക് കുറച്ച് വെയിറ്റ് തന്നെ എടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ മട്ടൻ ആണെങ്കിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് വേറെ പാത്രത്തിൽ. ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു കാര്യം പറയാൻ വിട്ടു വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെളുത്തുള്ളി 5-6 ഇതിലെടുത്തിട്ട് കുഞ്ഞിതായിട്ട് മുറിച്ച് ഇതുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി വഴറ്റി എടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് സവോളയും അതിനോടൊപ്പം കറിവേപ്പിലയും അതിൻ്റെ ഒപ്പം ഇത്തിരി കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ആൻഡ് ഉപ്പ്. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ സവോള ആണെങ്കിൽ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയിലും ഒന്നും കൂടി പറയാം: ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം വേണ്ട. ഈ മസാല എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മസാല കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ മസാല ഇളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും മൂത്ത് പോകാണ്ട് നോക്കണം. മസാല കുറേ മൂത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ടേസ്റ്റ് വരും. നമ്മൾ മസാല എല്ലാം നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം 1-2 മിനിറ്റായി. ഇപ്പം നമുക്കിതെടുത്ത് അടപ്പൊന്ന് മാറ്റി കൊടുത്തോളാം. നമ്മളാണെങ്കിൽ തക്കാളി ഒന്ന് നന്നായിട്ട് അരച്ചിട്ടിട്ടുണ്ട്. 1-2 തക്കാളി, അതൊന്ന് നമുക്കൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മുമ്പ് വേവിച്ചിരുന്ന മട്ടനൊക്കെ ഇതിനകത്തിട്ട് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മട്ടൻ ആണെങ്കിൽ നമ്മൾ മസാലയ്ക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് നേരം നന്നായിട്ട് ആ മട്ടനിലേക്ക് ഈ എന്താ പറയുക ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മട്ടൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചും കൂടി പൊരിക്കൈ ചെയ്ത് അതെടുക്കാം. ഇനി നമുക്ക് പൊരിക്കൈ ആയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇടാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതിന് മണ്ടേ കൂടി ഒഴിക്കേണ്ടത് പച്ചവെളിച്ചെണ്ണയാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി ഫുൾ കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ഫൈനൽ ടച്ച് ഇട്ടിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിയില ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് ഇളക്കാം. ഇവ കുറേ നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മല്ലിയില ഇട്ടിട്ട് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യും. ഇപ്പം നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എല്ലാവരും മസ്റ്റ് ട്രൈ ദിസ്.
ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മട്ടൻ റോസ്റ്റ് അല്ലെ മട്ടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. Bye.